ക്രിസ്തുവിൽ ഇത്രയും സ്നേഹം നിറഞ്ഞവരെ, വചനയാത്രയിലേക്ക് ഏവർക്കും സ്വാഗതം. വിശുദ്ധ മത്തായിയുടെ വിശുദ്ധ സുവിശേഷം 5-ാം അധ്യായം 13 മുതൽ 16 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് നാം ഇന്ന് ധ്യാനിക്കുന്നത്. യേശു തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നത്, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്നാണ്. ഈ വചനത്തിലൂടെ യേശു നമ്മെ ഒരു വലിയ ഉത്തരവാദിത്വം ഓർമ്മിപ്പിക്കുന്നു. ഉപ്പ് ഭക്ഷണത്തിന് രുചി നൽകുകയും അതിനെ നശിക്കാതെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. അതുപോലെ ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതവും സമൂഹത്തിന് നന്മയുടെ രുചി പകരേണ്ടതാണ്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ സ്വാർത്ഥതയും അഴിമതിയും അസഹിഷ്ണുതയും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ സത്യസന്ധതയും കരുണയും നീതിബോധവും പുലർത്തുന്ന മനുഷ്യരായി ജീവിക്കേണ്ടത് അത്യാവശ്യമാണ്. ഒരു കുടുംബത്തിൽ ഒരാൾ സ്നേഹത്തോടെയും ക്ഷമയോടും പെരുമാറുമ്പോൾ ആ കുടുംബത്തിൻ്റെ അന്തരീക്ഷം തന്നെ മാറുന്നതുപോലെ ഒരു നല്ല വ്യക്തിയുടെ സാന്നിധ്യം സമൂഹത്തെയും സ്വാധീനിക്കും. എന്നാൽ ഉപ്പിന് അതിൻ്റെ സ്വാദ് നഷ്ടപ്പെട്ടാൽ അത് ഉപയോഗശൂന്യമാകുന്നു എന്ന് യേശു മുന്നറിയിപ്പ് നൽകുന്നു. അതായത്, നമ്മുടെ ക്രിസ്തീയ മൂല്യങ്ങൾ നഷ്ടപ്പെടുമ്പോൾ നാം സമൂഹത്തിന് നൽകേണ്ട സാക്ഷ്യം നഷ്ടപ്പെടുന്നു. അതുകൊണ്ട് തന്നെ സമൂഹത്തിൽ ഒരു മാറ്റത്തിൻ്റെ വക്താക്കളായി നമുക്ക് മാറാം. അതുപോലെ തന്നെ യേശു നമ്മെ ലോകത്തിൻ്റെ വെളിച്ചമെന്നും വിളിക്കുന്നു. ഇരുട്ടിനെ അകറ്റാൻ വലിയ വെളിച്ചം ആവശ്യമില്ല, ഒരു ചെറിയ ദീപം പോലും മതി. ഇന്ന് സാങ്കേതിക വിദ്യ വളരെയേറെ പുരോഗമിച്ചിട്ടുണ്ടെങ്കിലും മനുഷ്യരുടെ ജീവിതത്തിൽ ഏകാന്തതയും ഭയവും നിരാശയും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. പലരും ജീവിതത്തിൻ്റെ ലക്ഷ്യവും പ്രത്യാശയും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. അത്തരം സാഹചര്യത്തിൽ ഒരു നല്ല വാക്ക്, ഒരു സഹായഹസ്തം, ഒരു പുഞ്ചിരി, ഒരു പ്രോത്സാഹനം എന്നിവ മറ്റൊരാളുടെ ജീവിതത്തിൽ വെളിച്ചമാകാൻ കഴിയും. യേശു പറയുന്നത് നമ്മുടെ വിശ്വാസം മറച്ചു വയ്ക്കരുത് എന്നാണ്. ഇത് നമ്മുടെ വലിയൊരു ബലഹീനതയാണ്. മറ്റുള്ളവരിലെ നന്മയെ തിരിച്ചറിയുക, അത് പ്രോത്സാഹിപ്പിക്കുക. ഏത് പ്രവൃത്തികളിലെയും കുറവ് കാണുന്നതിന് പകരം അതിലെ ചെറിയ നന്മ കണ്ടുകൊണ്ട് അവരെ പ്രോത്സാഹിപ്പിക്കുക. ആത്യന്തികമായി കൂട്ടായ്മകളിലാണ് ഈ മനോഭാവം ഉടലെടുക്കേണ്ടത്. 2-ൽ കൂടുതൽ പേർ ഉള്ള ഇടങ്ങൾ എല്ലാം കൂട്ടായ്മകളാണ്. മലമുകളിൽ സ്ഥിതി ചെയ്യുന്ന പട്ടണം എല്ലാവർക്കും കാണുന്നത് പോലെ ക്രിസ്തുവിശ്വാസിയുടെ ജീവിതവും മറ്റുള്ളവർക്ക് മാതൃകയാകണം. പ്രത്യേകിച്ച് ഇന്നത്തെ സോഷ്യൽ മീഡിയ കാലഘട്ടത്തിൽ വെറുപ്പും വ്യാജ വാർത്തകളും പ്രചരിപ്പിക്കുന്നതിന് പകരം സ്നേഹവും സമാധാനവും സത്യവും പങ്കുവയ്ക്കുന്നവരാകണം. പലരും ലോകത്തെ മാറ്റാൻ വലിയ കാര്യങ്ങൾ ചെയ്യണം എന്ന് കരുതുന്നു. എന്നാൽ യേശു പഠിപ്പിക്കുന്നത് ചെറിയ നല്ല പ്രവൃത്തികൾ പോലും വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുമെന്നാണ്. ഒരു മെഴുകുതിരി മറ്റൊരു മെഴുകുതിരിക്ക് വെളിച്ചം പകരുമ്പോൾ അതിൻ്റെ പ്രകാശം കുറയുന്നില്ല, മറിച്ച് വെളിച്ചം വർദ്ധിക്കുകയാണ്. അതുപോലെ നമ്മുടെ ജീവിതത്തിലെ നന്മ മറ്റുള്ളവരിലേക്കും പകരണം. നമുക്കോർക്കാം, നമ്മുടെ ഒരു പുഞ്ചിരി, നമ്മുടെ ഒരു പ്രോത്സാഹനം, അത് നാം ആയിരിക്കുന്ന കൂട്ടായ്മയിൽ വലിയൊരു മാറ്റത്തിന് കാരണമാകുന്നു. ഈ വചനം നമ്മോട് ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട്. എൻ്റെ ജീവിതം മറ്റുള്ളവർക്ക് അനുഗ്രഹമാണോ? ഞാൻ കുടുംബത്തിലും സമൂഹത്തിലും ഉപ്പായും വെളിച്ചമായും ജീവിക്കുന്നുണ്ടോ? നമ്മുടെ നല്ല പ്രവൃത്തികൾ കണ്ട് മറ്റുള്ളവർ ദൈവത്തെ മഹത്വപ്പെടുത്തണം എന്നാണ് യേശുവിൻ്റെ ആഗ്രഹം. അതിനാൽ വിശ്വാസം വാക്കുകളിൽ മാത്രം ഒതുക്കാതെ പ്രവൃത്തികളിലൂടെ പ്രകടിപ്പിക്കുകയും നാം ജീവിക്കുന്ന ഇടങ്ങളിലെല്ലാം പ്രത്യാശയുടെ വെളിച്ചവും സ്നേഹത്തിൻ്റെ സ്വാദും പകരുന്നവരായി മാറുകയും ചെയ്യാം. അപ്പോൾ മാത്രമേ യേശുവിൻ്റെ ഈ വചനത്തിൻ്റെ യഥാർത്ഥ അർത്ഥം നമ്മുടെ ജീവിതത്തിൽ നിറവേറുകയുള്ളൂ. അതിനായി നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.